പുതിയ UDF സർക്കാർ അധികാരമേൽക്കാൻ ഒരുങ്ങവേ കോൺഗ്രസിനുള്ളിൽ തർക്കങ്ങൾ പുകയുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീഷിനെ ഹൈക്കമാൻഡ് തിരഞ്ഞെടുത്തതിന് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. സീനിയോറിറ്റി പരിഗണിക്കപ്പെട്ടില്ലെന്നും അച്ചടക്കം പാലിച്ചിട്ടും താൻ അവഗണിക്കപ്പെട്ടു എന്നും അദ്ദേഹം ആരോപിച്ചു. പ്രതിഷേധ സൂചകമായി ഇന്ന് നടക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ആഴ്ചകളോളം നിലനിന്നിരുന്ന അനിശ്ചിതത്വങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ VD സതീഷിനെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുവെങ്കിലും ഈ തീരുമാനം പാർട്ടിയിലെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം വലിയ അതൃപ്തിക്കും അമർഷത്തിനുമാണ് വഴി തിരിച്ചിരിക്കുന്നത്. നീണ്ട 11 ദിവസത്തെ ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ ഹൈക്കമാൻഡ് എടുത്ത ഈ തീരുമാനത്തിൽ തന്റെ കടുത്ത വിയോജിപ്പ് അദ്ദേഹം നേതൃത്വത്തെ നേരിട്ട് അറിയിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനൊപ്പം അവസാന നിമിഷം വരെ സജീവമായി പരിഗണിക്കപ്പെട്ടിരുന്ന നേതാവായിരുന്നു ചെന്നിത്തല. എന്നാൽ പരിചയസമ്പത്തിനേക്കാൾ ഉപരിയായി യുവ നേതൃത്വത്തിന് മുൻഗണന നൽകുക എന്ന ഹൈക്കമാൻഡ് നയം നടപ്പിലാക്കിയതോടെ അത് ചെന്നിത്തലയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറുകയാണ്. പാർട്ടിയിലെ സീനിയോറിറ്റിയും അച്ചടക്കവും കാത്തുസൂക്ഷിച്ചിട്ടും അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന വികാരം അദ്ദേഹത്തെ ഇപ്പോൾ പരസ്യമായ പ്രതിഷേധത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. പുതിയ സംസ്ഥാന മന്ത്രിസഭയിൽ താൻ ഒരു കാരണവശാലും അംഗമാവില്ലെന്ന് ഉറച്ച നിലപാട് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇതിനോടകം തന്നെ പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ ദീർഘകാലത്തെ പാർട്ടി പ്രവർത്തനവും സീനിയോറിറ്റിയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തോടുള്ള കടുത്ത പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും തന്നെ മറികടന്ന് യുവ നേതൃത്വത്തിന് മുൻഗണന നൽകിയതിലുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പാർട്ടിയിലെ ഔദ്യോഗിക പദവികളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാനാണ് നിലവിൽ അദ്ദേഹത്തിന്റെ തീരുമാനം. ഇന്ന് നടക്കാനിരിക്കുന്ന നിർണായകമായ നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അദ്ദേഹം അറിയിച്ചതും ഈ പ്രതിഷേധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. പാർട്ടിക്കുള്ളിലെ ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന തോന്നലിൽ നിന്ന് ഉടലെടുത്ത ഈ നീക്കം ഹൈക്കമാൻഡിനോടുള്ള ശക്തമായ വെല്ലുവിളിയും രാഷ്ട്രീയ രംഗത്തെ അതൃപ്തിയുടെ തുറന്നു പറച്ചിലുമായാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വരും ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഈ നീക്കം വലിയ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും വഴിതെളിക്കുമെന്ന് ഉറപ്പാണ്. കേരള മുഖ്യമന്ത്രിയെ VD സതീഷിനെ ഉയർത്തിക്കാട്ടാനുള്ള ഹൈക്കമാൻഡ് തീരുമാനത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDFിലെ പ്രബല ഘടകകക്ഷികൾ നൽകിയ ശക്തമായ പിന്തുണ നിർണായകമായ ഒരു ഘടകമായി മാറി. ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കും ചർച്ചകൾക്കും വിരാമമിടാൻ ഹൈക്കമാൻഡ് ശ്രമിക്കുമ്പോൾ ഘടകകക്ഷികളുടെ നിലപാട് സതീഷിന് അനുകൂലമായ കാറ്റ് വീശാൻ സഹായിച്ചു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെ നേരിട്ട് രംഗത്തിറങ്ങുകയും പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പുള്ള അവസാന നിമിഷങ്ങളിലും മുസ്ലിം ലീഗ് ഉന്നത നേതാക്കളെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. സതീഷിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ലീഗിന് വിയോജിപ്പുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചുവെങ്കിലും തങ്ങൾ സതീഷിനൊപ്പം തന്നെയാണെന്ന ഉറച്ച നിലപാടാണ് ലീഗ് സ്വീകരിച്ചത്. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം ഭരണരംഗത്ത് പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ സതീഷിന്റെ നേതൃത്വത്തിന് കഴിയുമെന്ന വിശ്വാസമാണ് ഘടകകക്ഷികൾ പങ്കുവച്ചത്. ഇത്തരത്തിൽ സഖ്യകക്ഷികളിൽ നിന്ന് ലഭിച്ച അചഞ്ചലമായ പിന്തുണ സതീഷിന്റെ സ്ഥാനാരോഹണം സുഗമമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ കേരളത്തിലെ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് കടുത്ത വെല്ലുവിളികളും ആഭ്യന്തര തർക്കങ്ങളുമാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറ്റുന്നതിലും സർക്കാരിനെതിരെയുള്ള പോരാട്ടങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും രമേശ് ചെന്നിത്തല നടത്തിയ സജീവമായ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ പാർട്ടി വേണ്ട വിധം പരിഗണിച്ചില്ലെന്ന കടുത്ത പരാതി അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കിടയിൽ ശക്തമാണ്. ചെന്നിത്തലയുടെ അധ്വാനത്തെ തഴഞ്ഞുകൊണ്ട് പുതിയ നേതൃത്വത്തെ അവരോധിച്ചത് വരും ദിവസങ്ങളിൽ KPCC പുനഃസംഘടനയിലും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലും വലിയ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിയുന്ന ഈ സാഹചര്യത്തിൽ ചെന്നിത്തലയെ പോലൊരു മുതിർന്ന നേതാവിനെ പിണക്കുന്നത് പാർട്ടിയുടെ ഐക്യത്തെ ബാധിക്കുമെന്ന് ഹൈക്കമാൻഡ് ഭയക്കുന്നുണ്ട്. അതിനാൽ തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനും പ്രതിഷേധം തണുപ്പിക്കാനുമായി ഹൈക്കമാൻഡ് പ്രത്യേക ദൂതനെ കേരളത്തിലേക്ക് അയക്കുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ചെന്നിത്തല ഉന്നയിച്ച സീനിയോറിറ്റിയും അച്ചടക്കവും സംബന്ധിച്ച കാര്യങ്ങൾ പരിഗണിക്കാതെ മുന്നോട്ടു പോകുന്നത് പാർട്ടിക്കുള്ളിൽ പുതിയൊരു പടലപ്പിണക്കത്തിന് വഴി തുറന്നേക്കാം. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ VD സതീഷിനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച ഹൈക്കമാൻഡ് തീരുമാനം ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. എങ്കിലും ഈ വലിയ നേതൃമാറ്റം പാർട്ടിക്കുള്ളിൽ ശക്തമായ ഒരു ആഭ്യന്തര കലഹത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് എന്നതാണ് വാസ്തവം. മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല ഉന്നയിച്ച സീനിയോറിറ്റിയും അവഗണനയും സംബന്ധിച്ച പരാതികൾ വരും ദിവസങ്ങളിൽ KPCC തലത്തിലും മന്ത്രിസഭാ രൂപീകരണത്തിലും വലിയ തോതിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ സതീഷിന് നൽകിയ പൂർണ്ണ പിന്തുണ UDFിന്റെ ഐക്യത്തിന് താൽക്കാലികമായി ഗുണകരമാണെങ്കിലും കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോലും മുറുകുന്നത് മുന്നണിയെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാക്കിയേക്കാം. ഒരു വശത്ത് യുവത്വത്തിന്റെ കരുത്തായി VD സതീശൻ അധികാരമേൽക്കുമ്പോൾ മറുവശത്ത് സീനിയോറിറ്റി തഴയപ്പെട്ടതിൽ അമർഷം പ്രകടിപ്പിച്ചു
സംഘടിപ്പിച്ച് പിണങ്ങി നിൽക്കുന്ന ചെന്നിത്തലയെ പോലെയുള്ള കരുത്തരായ നേതാക്കളെ അനുനയിപ്പിക്കുക എന്നത് ഹൈക്കമാൻഡിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ചുരുക്കത്തിൽ അധികാരത്തിലേറുന്ന സന്തോഷത്തിനിടയിലും പാർട്ടിക്കുള്ളിലെ ശിഥിലമായ ഐക്യം വീണ്ടെടുത്ത് നിലനിർത്തുക എന്ന അതിശ്രമകരമായ ദൗത്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഇനി വരും നാളുകളിൽ നിർവഹിക്കാനുള്ളത്.